അപ്പോൾ ഇവൻ നമുക്ക് ടോട്ടൽ തരാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2,20,000. അപ്പോൾ 2,20,000-ൻ്റെ ഹൗ മച്ച് പെർസെൻറ്റേജ് വിൽ യു ഗെറ്റ്? 2,20,000-ൻ്റെ 75% നമുക്ക് കിട്ടും. 2,20,000-ൻ്റെ 75% എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അമൗണ്ടിങ് ടു 1,65,000. അപ്പോൾ 1,65,000 ഇവൻ നമുക്ക് ക്യാഷായി തന്നു. ക്യാഷായി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ എന്തൊക്കെയാണ് എൻട്രി? ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എടോ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഹൗ മച്ച്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഹൗ മച്ച്? 1,65,000 അല്ലേ? 1,65,000 ഇവൻ നല്ല കുട്ടിയെ നമുക്ക് തന്നു. പിന്നെ ഇത് നമ്മൾ ഇവൻ തരാനുള്ള പൈസ എന്ന് കുറയും. അപ്പോൾ ഇവൻ തരാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ മെർച്ചൻ്റ് അക്കൗണ്ട് അല്ലേ? മെർച്ചൻ്റ് നമുക്ക് അസറ്റാണ്. അപ്പോൾ അത്രയും അസറ്റ് നമ്മുടെ ബുക്കിൽ നിന്ന് എന്ത് ചെയ്തു? ഇല്ലാണ്ടായി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബുക്കിൽ എൻട്രി ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ക്യാഷ് ഹൗ മച്ച്? 1,65,000. ഇനി 1,65,000 നമുക്ക് കിട്ടിയതിൽ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ കിട്ടാനുള്ള ടോട്ടൽ പൈസ ഉണ്ട്. കിട്ടാനുള്ള ടോട്ടൽ പൈസ 2,20,000 ആണ്. അതിൽ 2,00,000 പ്രിൻസിപ്പളാണ്, 20,000 ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ കിട്ടാനുള്ള ടോട്ടൽ പൈസൻ്റെ 75% ഇവൻ തന്നു. 75% ഇവൻ തന്നു എന്ന് പറഞ്ഞാൽ ഇവൻ തന്ന പൈസയിൽ നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റിൻ്റെ 75% കൂടെ ഇവൻ തന്നല്ലോ. ഇൻട്രസ്റ്റിൻ്റെ 5% അല്ലേ? ഇൻട്രസ്റ്റിൻ്റെ ബാക്കി 25% മാത്രമല്ലേ നമുക്ക് കിട്ടാത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടൂല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ NPAൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസിക്ക് മാറ്റും. ഇൻട്രസ്റ്റ് സസ്പെൻസിക്ക് മാറ്റിയ ഇൻട്രസ്റ്റ് നമ്മൾ റിവേഴ്സ് അടിച്ച് ഇൻട്രസ്റ്റിലോട്ട് തന്നെ മാറ്റണം. അല്ലെങ്കിൽ റിവേഴ്സ് അല്ല, ഇൻട്രസ്റ്റിലോട്ട് തിരിച്ച് മാറ്റണം. എപ്പോൾ? നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക? ഇൻട്രസ്റ്റ് സസ്പെൻസ് നിന്ന് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഇൻട്രസ്റ്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റുന്ന സമയത്ത് വാട്ട് വിൽ യു ഡു ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ബാലൻസിലേക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കൊടുക്കുക. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് ഹൗ മച്ച്? നമുക്ക് കിട്ടാനുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ആ 20,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടി? ആ 20,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടി? 75% നമുക്ക് കിട്ടി. അപ്പോൾ എത്ര എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? 15,000 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കിട്ടിയിട്ടുണ്ടാവും. സോ ദ ജേണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് 15,000. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് 15,000. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് എൻട്രി ആൾസോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇത്രേ ഉള്ളൂ. കിട്ടിയ പൈസ നമ്മൾ ലോണിൽ മൈനസ് ചെയ്തു. പിന്നെ കിട്ടിയ പൈസൻ്റെ ഈക്വലൻ്റ് ഇൻട്രസ്റ്റ് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റി? എങ്ങോട്ട്? നമ്മുടെ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലോട്ട് മാറ്റി. ഇനി ഇത് നമുക്കറിയാം, നമ്മൾ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സസ്പെൻസിൽ യു വിൽ നോ നമുക്ക് കിട്ടാതെ 20-ൽ 15 കിട്ടി, ബാക്കി ഒരു 5,000 കിട്ടിയില്ല. അത് ആക്ച്വലി എന്താണ്? ബാഡ് ഡെപ്റ്റ് കിട്ടൂല അത്. അപ്പോൾ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബാഡ് ഡെപ്റ്റ് നമ്മൾ മെർച്ചൻ്റ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമുണ്ടാവും. ഈ ഇൻട്രസ്റ്റ് ഒരിക്കലും ഈ ജന്മകാലം കിട്ടാൻ പോകുന്നില്ല. കാരണം അതിൽ നിന്ന് എന്താണോ കിട്ടാനുള്ളത് അത് 15,000 ആയിരുന്നു. ദാറ്റ് വി ഹാവ് റിസീവ്ഡ്. അപ്പോൾ ഈ കിട്ടാത്ത നമുക്കറിയാം ഇൻട്രസ്റ്റ് സസ്പെൻസ് എഴുതുന്ന സമയത്ത് നമ്മുടെ ജേണൽ എൻട്രി നമുക്കറിയാം മെർച്ചൻ്റ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്, ലോൺ അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. ലോൺ കൂടി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് സസ്പെൻസിൽ ടെമ്പററി അക്കൗണ്ടിലോട്ട് മാറ്റി. അപ്പോൾ ഇനി ഈ 5,000 കിട്ടൂല എന്നുള്ളത് പകൽ പോലെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഇൻട്രസ്റ്റ് സസ്പെൻസിൽ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസിനെ ക്യാൻസൽ ചെയ്യാതെ ജേണൽ എൻട്രി നമ്മൾ ആലോചിച്ച് മനക്കോട്ട കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഏതിൻ്റെ ജേണൽ എൻട്രി റിവേഴ്സ് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് സസ്പെൻസിലോട്ട് മാറ്റുമ്പോൾ ഉള്ള ജേണൽ എൻട്രിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ജേണൽ എൻട്രി വരിക ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു മെർച്ചൻ്റ് എന്നായിരിക്കും എന്ത് വരിക? ജേണൽ എൻട്രി വരിക. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു മെർച്ചൻ്റ് ഹൗ മച്ച്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു മെർച്ചൻ്റ് എത്ര? 5,000. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? 5,000 നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻട്രി ഉണ്ടാവുക ഇൻട്രസ്റ്റ് സസ്പെൻസ് നമ്മൾ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു മെർച്ചൻ്റ് അല്ലേ? അപ്പോൾ ടു മെർച്ചൻ്റ് ഹൗ മച്ച്? 5,000. അതോടുകൂടി ഈ അക്കൗണ്ട് എന്തായി? ടാലിയായി. 20 ടാലിയായിട്ടോ? ഓക്കെ. ദെൻ ടു മെർച്ചൻ്റ് ബൈ ഇൻട്രസ്റ്റ് സസ്പെൻസ്. പോയ പോലെ തന്നെ ദേ വന്നിരിക്കുന്നു നിൻ്റെ മോൻ. ഇൻട്രസ്റ്റ് സസ്പെൻസ് കിട്ടാതെ വന്നു. ഇനി ബാക്കിയുള്ള പൈസ എന്ന് പറഞ്ഞാൽ 2,20,000 1,65,000 പോയി, 5,000 പോയി. അപ്പോൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും? ബാക്കി 50,000 റുപ്പീസ് ഉണ്ടാവും. ഈ 50,000 റുപ്പീസ് നമുക്ക് എന്താണ്? ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് ലോസ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ബാഡ് ഡെപ്റ്റ് ആയ പോലെ നമ്മൾ കാണിക്കില്ല. നമുക്ക് തരാനുള്ള പ്രിൻസിപ്പൾ മാത്രം ബാഡ് ഡെപ്റ്റ് ആയ പോലെ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ 2,00,000 നമുക്ക് തരാനുള്ളതിൽ 75% തന്നാൽ ബാക്കി 25% മാത്രമേ നമുക്ക് ബാഡ് ഡെപ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ 2,00,000-ൻ്റെ 25% എത്രയാണ്?
50,000 ആണ്. ആ 50,000 നമുക്ക് ബാഡ് ഡെപ്റ്റ് ആകുമ്പോൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു ലോസ് പുതുതായിട്ട് ബാങ്കിനുണ്ടാവും. ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മുടെ ലോൺ മെർച്ചൻ്റ് അക്കൗണ്ടിൽ നിന്നില്ലേ ആ അസറ്റും കൂടെ ഇനി എന്ത് ചെയ്യാണ്, ഇല്ലാണ്ടായി പോവാണ്. അപ്പോൾ അസറ്റ് ക്യാൻസൽ ആകുമ്പോൾ നമ്മൾ ആ അസറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ദ ജേണൽ എൻട്രി വിൽ ബി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു മെർച്ചൻറ്റ്. സോ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു മെർച്ചൻറ്റ് എന്ന് പറയുമ്പോൾ ബൈ മെർച്ചൻ്റ് അല്ല സോറി ബൈ ബാഡ് ഡെപ്റ്റ് ഹൗ മച്ച് 50,000. ഇതോടുകൂടി നമ്മളെ അക്കൗണ്ട് ഇവിടെ എന്താവും, അവർ അക്കൗണ്ട് വിൽ ഗെറ്റ് ടാലീഡ്. സോ അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സം ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡു ലിസൺ വെരി കെയർഫുള്ളി. ലോൺ തുടങ്ങിയപ്പോൾ 2012 2 lakh ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എഴുതി. ആ ലോണിൻ്റെ കസ്റ്റമർ ബാഡ് ഡെപ്റ്റ് ആവുന്നതിലൊരു സസ്പീഷനിലാണ് നമുക്ക് നിൽക്കുന്നത്. ആ ലോണ് NPA ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസിലോട്ട് നമ്മൾ മാറ്റി. ഇൻട്രസ്റ്റ് സസ്പെൻസിലോട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. പിന്നീടുള്ള വർഷം നമുക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ ആ ലോണിൻ്റെ 75% നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു മെർച്ചൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയ പൈസയ്ക്ക് എൻട്രി പാസ് ചെയ്തു. പിന്നീട് നമുക്കറിയാം ഇനി ബാക്കിയുള്ള ഈ കിട്ടിയ പൈസയിൽ 1,65,000 കിട്ടിയതിൽ ലോണിൻ്റെ 75%, ലോണ് 2 lakh ആണ്, ലോണിൻ്റെ 75% 1,50,000 ആണ്. കിട്ടാനുള്ള 20,000 ഇൻട്രസ്റ്റിൻ്റെ 75% നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് പറഞ്ഞാൽ 15,000 ആണ്. ആ 15,000 നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് സസ്പെൻസ് നിന്ന് മാറ്റിയിട്ട് നമ്മളത് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലോട്ട് മാറ്റി. ജേണൽ എൻട്രി പാസ് ചെയ്തു, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ്. പിന്നെ നമുക്ക് കിട്ടാത്ത ഇൻട്രസ്റ്റ് സസ്പെൻസിലുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസിനെ റിവേഴ്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എൻട്രി നമ്മൾ പാസ് ചെയ്തു, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു മെർച്ചൻറ്റ്. പിന്നീട് നമുക്ക് കിട്ടാത്ത ബാക്കി പൈസ 50,000 രൂപ അത് നമ്മൾ എന്തായിട്ട് എഴുതി, ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി. ജേണൽ എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു മെർച്ചൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ സംഭവം ഇത്രേ ഉള്ളൂ. വെനെവർ ദർ ഈസ് ആൻ NPA ലോൺ, the interest due will not be recognized as interest income. It should be transferred to interest suspense. Whenever the interest money is received, the interest suspense account should be transferred to interest account. And if that account becomes, or if that account is turned out to be a bad debt account, then the interest suspense should be reversed. Interest suspense should not be treated as bad debt. Only the principal portion of the loan should be treated as bad debt portion. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ NPA. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഈ ഒരു മോഡൽ നമുക്കൊരു പ്രോബ്ലം തന്നെ ഉള്ളൂ. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പെഷ്യൽ ട്രാൻസാക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. വിത്ത് ദിസ് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, എനിവേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻഡിൽ പറയാം. സോ ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് ബിൽ ഡിസ്കൗണ്ടിങ്. ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ചാപ്റ്റർ മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അല്ലേ. ബിൽ ഡിസ്കൗണ്ടിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. ആസ് ഫാർ ആസ് ബിൽ ഡിസ്കൗണ്ടിങ് ഈസ് കൺസേൺഡ്, ഡ്രോ ചെയ്യുക, ബിൽ ഡിസ്കൗണ്ടിങ് ചെയ്യുക. ഇപ്പോൾ ഡ്രോയർ എന്ന് പറഞ്ഞാൽ ബില്ല് എഴുതി കൊടുക്കുന്ന ആൾ, ഡ്രോയി എന്ന് പറഞ്ഞാൽ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, ഡ്രോയർക്കാണ് ബിൽസ് റിസീവബിൾ, ഡ്രോയിക്കാണ് ബിൽസ് പേയബിൾ. ഡ്രോയർ എന്ത് ചെയ്യും, ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഒരു ഡിസ്കൗണ്ട് ചാർജ് പിടിച്ചിട്ട് ബാങ്ക് ബാക്കി പൈസ ആർക്ക് കൊടുക്കും, ഡ്രോയർക്ക് കൊടുക്കും. ഇപ്പോൾ ബാങ്ക് ബില്ല് ഡിസ്കൗണ്ടിങ് കഴിഞ്ഞ ശേഷം ബില്ല് ആരെ കൈവശം ഉണ്ടാവുക, ബാങ്കിൻ്റെ കൈവശം ഉണ്ടാവും. മെച്യൂരിറ്റി ഡേറ്റിൽ ബാങ്ക് പോയിട്ട് ആരെ കയ്യിൽ നിന്ന് ഈ കാശ് മേടിക്കും, ഡ്രോയിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഈ കാശ് മേടിക്കും. സോ എ കൈൻഡ് ഓഫ് ഫിനാൻസിങ് ആണ് ആക്ച്വലി എന്ത്, ബില്ല് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ടിങ് ചെയ്യുമ്പോൾ ബാങ്കിന് എന്ത് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നതാണ്, നമ്മൾ ഒരു ബില്ലുണ്ട്, ബില്ല് എമൗണ്ട് 10 lakh ആണ്, 6 മാസം മെച്യൂരിറ്റിയുള്ള ബില്ലാണ്. ഈ ബില്ല് കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു 1/1/2020 എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ ഡേറ്റിൽ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു, ബിൽ ഡേറ്റിൽ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി 30/6/2020 അപ്പോൾ ഇനിയും എത്ര മാസം ഉണ്ട്, 6 months ഉണ്ട്. അപ്പോൾ 6 months പീരീഡിലോട്ടാണ് ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്തത്. ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ബാങ്ക് 12% per annum ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് അല്ല ഡിസ്കൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് എത്ര ഡിസ്കൗണ്ട് അതിന് കളക്ട് ചെയ്യുക, ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യാൻ വന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10 lakh ആണ് അല്ലേ. 10 lakh എത്ര % ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്യുക, 12% ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ബില്ല് എത്ര പീരീഡിലോട്ടാണ് ബാങ്ക് ഹോൾഡ് ചെയ്യുന്നത്, ബാങ്ക് 1 ജൂൺ മുതൽ 30 ജൂൺ വരെ 1 ജാനുവരി മുതൽ 30 ജാനുവരി വരെ ബാങ്ക് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ 6 മാസ കാലയളവിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്കൗണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ബാങ്ക് ഫുൾ ഇയർ 12% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ബാങ്ക് വിൽ ചാർജ് ഓൺലി ഡിസ്കൗണ്ട് ഫോർ എ പീരിയഡ് ഓഫ് 12 months, ഫോർ എ പീരിയഡ് ഓഫ് 6 months. അപ്പോൾ 10 lakh ഇൻറ്റു 12% ഇൻറ്റു 6/12. അപ്പോൾ ബാങ്ക് എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, 60,000 ബാങ്ക് ഇൻട്രസ്റ്റ് അല്ല ഡിസ്കൗണ്ട് ചാർജ് ചെയ്യും. ബാലൻസ് ബാങ്ക് ക്ലയൻറ്റിന് എത്ര കൊടുക്കും, ബാലൻസ് ടു ബി പെയ്ഡ് ടു ക്ലയൻറ്റ് എത്ര,
ബാലൻസ് ടു ബി പെയ്ഡ് ടു ക്ലയൻറ്റ് 10 ലക്ഷത്തിൻ്റെ ബില്ലാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ബില്ല് ക്ലയൻറ്റ് വന്ന് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 60,000 രൂപ ഡിസ്കൗണ്ട് പിടിച്ചിട്ട് ബാക്കി 9,40,000 ബാങ്ക് എന്ത് ചെയ്യും ക്ലയൻറ്റിന് കൊടുക്കും. ഈ ഡിസ്കൗണ്ട് 60,000 ഡിസ്കൗണ്ട് ബാങ്കിനെ സംബന്ധിച്ചോളം എന്താണ്, ഇൻകാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ ഫൈൻ. അങ്ങനെയെങ്കിൽ ബാങ്ക് ഒരു എൻട്രി റെക്കോർഡ് ചെയ്യും അല്ലേ. എന്നാണ് ഈ എൻട്രി റെക്കോർഡ് ചെയ്യുക? വെൻ വിൽ ദിസ് ജേണൽ എൻട്രി റെക്കോർഡഡ്? എപ്പോഴാണ് നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യുക? വിൽ റെക്കോർഡ് ദിസ് ജേണൽ എൻട്രി ഓൺ വിച്ച് ഡേറ്റ്? 1/1/2020. എപ്പോൾ? ഇവൻ വന്ന് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എൻട്രി റെക്കോർഡ് ചെയ്യുക? നോക്കിക്കേ, നമുക്കൊരു പുതിയ അസറ്റ് വരും ബാങ്കിന്. നമ്മളാരാ നമ്മളിനി പറയാൻ പോകുന്ന ഡിസ്കഷനിലൊക്കെ നീ ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് അവിടെ ഇരിക്കല്ലേ. യു ആർ ബാങ്ക്. ഓക്കെ, പ്ലീസ് ഡു സിറ്റ് ദാറ്റ് ഓൺ ദാറ്റ് അസംഷൻ. അപ്പോൾ നമ്മൾ ബാങ്കാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കിൻ്റെ ബുക്കിൽ വാട്ട് വിൽ ഇത് ജേണൽ എൻട്രി? ബാങ്കിന് പുതിയൊരു ഡിസ്കൗണ്ടഡ് ബില്ല് എന്ന് പറഞ്ഞിട്ടൊരു അസറ്റ് ഉണ്ടാവും. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ബിൽസ് റെസ്യൂബിൾ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബിൽസ് റെസ്യൂബിൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ബില്ല് എന്ന് പറഞ്ഞാൽ പുതിയൊരു അസറ്റ് ഉണ്ടായി. ഈ അസറ്റിൻ്റെ വാല്യൂ, ഈ ബില്ലിന് നാളെ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾ ഇതിൻ്റെ ഡ്രോയ്ക്ക് കൊടുക്കുമ്പോൾ 10 lakh കിട്ടും. അപ്പോൾ 10 lakh റുപ്പീസ് വാല്യൂവിലെ പുതിയൊരു ബിൽ ഡിസ്കൗണ്ട് എന്നുള്ള അസറ്റ് ഉണ്ടായി. ഇനി നമ്മൾ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത സമയത്ത് നമ്മൾ ക്ലയൻറ്റിന് പൈസ കൊടുക്കണം അല്ലേ. ക്ലയൻറ്റിൽ ഹൗ മച്ച് യു ഹാവ് ടു പേ? 9,40,000 നമ്മൾ ആർക്ക് കൊടുക്കണം? ക്ലയൻറ്റിന് കൊടുക്കണം. അപ്പോൾ 9,40,000 നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. 9,40,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് പുതിയൊരു ഇൻകം ഉണ്ടായില്ലേ. ആ ഇൻകത്തിൻ്റെ പേരെന്താണ്? ഡിസ്കൗണ്ട്. എത്ര ഡിസ്കൗണ്ട് ഇൻകം ഉണ്ടായി? എത്ര? 60,000. ഈ ഡിസ്കൗണ്ട് നമുക്ക് എന്താണ്? ഇൻകാണ്. ഈ എൻട്രിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇനി ക്ലയൻറ്റിന് കാശ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ? എൻട്രി ക്ലയൻറ്റിന് 9,40,000 നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് അക്കൗണ്ട് ടു പറയടോ, ക്ലയൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അല്ലെങ്കിൽ ക്ലയൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻട്രി. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ബിൽ ഡിസ്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ്. ആരുടെ ബുക്കിൽ? ബാങ്കിൻ്റെ ബുക്കിൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതൊക്കെ ഓൾഡ് സ്റ്റോറി. ഇതിലൊന്നും പുതിയ സംഭവമൊന്നുമില്ല. ദീസ് ആർ ഓൾ നോർമൽ. യു ഷുഡ് ബി നോയിങ് ഓൾ ദീസ് തിങ്സ്. അറിയില്ലെങ്കിൽ പോയി പണി നോക്ക്. ഓക്കെ ഫൈൻ. പക്ഷേ ഇതിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയ പഠിക്കാനുള്ള കൺസെപ്റ്റ് ഞാനിതുവരെ പറഞ്ഞില്ല. ലെറ്റ് മീ ടെൽ യു ദാറ്റ് പ്രോബ്ലം. നമുക്കറിയാം, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയ 60,000 രൂപ. ഇൻട്രസ്റ്റ് അല്ല ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് 60,000. ഈ 60,000 ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയുള്ള പീരീഡിലോട്ട് നിനക്ക് കിട്ടിയതാ? 1/1/2020 മുതൽ 30/6/2020 പീരീഡിലോട്ട് കിട്ടിയതാണ് ഈ ഡിസ്കൗണ്ട്. ഇതിൽ മക്കൾക്ക് ആർക്കും സംശയമില്ലല്ലോ. ഫൈൻ. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഈ 6 മാസത്തിനിടയ്ക്ക് എത്ര ഫിനാൻഷ്യൽ ഇയർ വരുന്നുണ്ട്? ഹൗ മെനി ഫിനാൻഷ്യൽ ഇയേഴ്സ് ആർ കമ്മിങ്? 2 ഫിനാൻഷ്യൽ ഇയേഴ്സ് വിച്ച് ആർ ദ 1/1/2020 എന്ന് പറയുമ്പോൾ 1/1/2020 മുതൽ 1/1/2020 മുതൽ 1/1/2020 എന്നല്ല, 1/1/2020 മുതൽ നമുക്കറിയാം. 1/1/2020 മുതൽ 31st മാർച്ച് 2020 വരെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1920 ആണ്. ആ കാലയളവിൽ എത്ര മാസം വരുന്നുണ്ട്? 3 months വരുന്നുണ്ട്. വരുന്നില്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ 1/4/2020 മുതൽ 30th June 2020 വരെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 2020-21 ആണ്. അവിടെ എന്ത് വരുന്നുണ്ട്? 3 months വരുന്നുണ്ട്. അപ്പോൾ ഈ 60,000 ഞാൻ എൻ്റെ ഡിസ്കൗണ്ട് ഇൻകമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുക. ഞാനിത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന ദിവസമാണ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 1/1/2020. അപ്പോൾ അതേസമയം ഞാൻ മുകളിൽ കാണുന്ന ഈ ജേണൽ എൻട്രി ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 60,000 രൂപയും ഈ വർഷത്തെ ഏത് വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ 1920 ഇൻകമായിട്ട് എൻ്റെ എങ്ങോട്ട് പോകും? എൻ്റെ P&L അക്കൗണ്ടിലോട്ട് പോകും. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഞാൻ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത് 6 മാസ കാലയളവിലോട്ടാണ്. ആ ബില്ലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. ഈ 6 മാസം തുടങ്ങുന്നത് 1/1/2020 ആ 1/1/2020 നിൽക്കുന്നത് 19-20 ഫിനാൻഷ്യൽ ഇയറിലാണ്. അതുപോലെ ഇത് എൻഡ് ആവുന്നത് 30/6/2020 വരെയാണ് ഞാൻ ആ ബില്ല് കൈവശം വെക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്.
30/6/2020, 2021 എന്ന് പറയുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബില്ല് കൈവശം വെക്കുന്ന 6 മാസം 6 മന്ത്സ് എന്ന് പറഞ്ഞാൽ 2 ഫിനാൻഷ്യൽ ഇയറിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 1920, സെക്കൻഡ് ഫിനാൻഷ്യൽ ഇയർ 2020-21. ഫിനാൻഷ്യൽ ഇയർ 1920-ലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന 3 മാസങ്ങളും ഫിനാൻഷ്യൽ ഇയർ 2021-ലെ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന 3 മാസങ്ങൾക്കും വേണ്ടി ടോട്ടൽ 6 മാസം ഞാൻ ഹോൾഡ് ചെയ്യുന്ന ബില്ല് ഡിസ്കൗണ്ട് ചെയ്തപ്പോഴാണ് എനിക്ക് എത്ര രൂപ കിട്ടിയത്? 60,000 രൂപ കിട്ടിയത്. ആ 60,000 രൂപ നീ ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ആയിട്ടാണ് നീ ബുക്കിൽ റെക്കോർഡ് ചെയ്തത്? നീ ഫിനാൻഷ്യൽ ഇയർ 19-20ൻ്റെ ഇൻകം മാത്രമായിട്ടാണ് നീ ബുക്കിൽ റെക്കോർഡ് ചെയ്തത്. എപ്പോൾ? ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത സമയത്ത്. അങ്ങനെയെങ്കിൽ ഈ 60,000 രൂപയുടെ പകുതി, കാരണം 60,000 രൂപ എന്ന് പറഞ്ഞാൽ 6 മാസത്തെ പീരീഡിലോട്ടുള്ള ഡിസ്കൗണ്ടാണ്. അപ്പോൾ അതിൽ 3 മാസം മാത്രമേ ഈ വർഷമുള്ളൂ, ബാക്കി 3 മാസം അടുത്ത വർഷമാണ്. അങ്ങനെയെങ്കിൽ ആ 3 മാസം, അടുത്ത വർഷത്തെ 3 മാസത്തിൻ്റെ ബില്ല് എമൗണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ 3 മാസത്തിൻ്റെ ഡിസ്കൗണ്ട് ഈ വർഷത്തിൽ കാണിക്കൽ പ്രോപ്പറാണോ? അല്ല. അപ്പോൾ ഞാൻ ഈ വർഷം ഡിസ്കൗണ്ട് 60,000 കാണിച്ചാൽ അത് കറക്റ്റാണോ റോങ് ആണോ? അല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ വർഷം റെക്കോർഡ് ചെയ്ത ഡിസ്കൗണ്ടിൽ ഒരു പോർഷൻ അടുത്ത വർഷത്തേതാണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഡിസ്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണോ? ലെസ് ചെയ്തിട്ട് ഞാനതൊരു സെപ്പറേറ്റ് എമൗണ്ട് തന്നെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? കാണിക്കണം. അങ്ങനെ നമ്മൾ കാണിക്കണേ. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ ഏതുപോലെ കാണിക്കുക? അക്രൂഡ് ഇൻകം പോലെയാണോ, അഡ്വാൻസ് ഇൻകം പോലെയാണോ, അൺഏൺഡ് ഇൻകം പോലെയാണോ? അങ്ങനെ ഏത് ഇൻകം പോലെ നമ്മൾ കാണിക്കുക? നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ആ ഇൻകത്തിന് ഇപ്പോൾ സമയമായിട്ടുണ്ടോ? ഇല്ല, കിട്ടാൻ സമയമായിട്ടില്ല, പക്ഷേ നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. അങ്ങനത്തെ ആ ഇൻകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. നോർമലി നമ്മൾ റിബേറ്റ് എന്നുള്ള ഇൻകം ടാക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് റിബേറ്റ് ഈസ് ആൻ എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ടാക്സ് പറയും. ഇവിടെ ആ ഒരു കോപ്പ് വല്ല മണ്ണാങ്കട്ടിയല്ല കേട്ടോ, ഇത് വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അളിയാ പറഞ്ഞ്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതിൻ്റെ ഡിസ്കൗണ്ട് ഇൻകത്തിൻ്റെ ഒരു പോർഷൻ അടുത്ത വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെതാണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിനോട്ട് വരുന്ന പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് മോനെ നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് നമ്മളിവിടെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? നമുക്കറിയാം നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്? 60,000 ആണ് അല്ലേ? ആ 60,000 എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് കിട്ടിയതാണ്. അതിൽ എത്ര മാസമാണ് അടുത്ത വർഷത്തേക്കുള്ളത്? 3 മാസം. അപ്പോൾ ടോട്ടൽ എത്ര? 30,000. ഇനി അങ്ങനെ കാണണ്ടമില്ല, നമ്മുടെ ടോട്ടൽ ബിൽ എമൗണ്ട് 10 lakh അല്ലേ? ആ 10 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആ ബിൽ ഡിസ്കൗണ്ടിങ്? 12%. അതിൽ എത്ര മാസമാണ് അടുത്ത വർഷം വരുന്നത്? 3%, 3 months. അപ്പോൾ 10 lakh ഇൻറ്റു 12% ഇൻറ്റു 3/12 എന്നടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് തന്നെ കാരണം 30,000 കാരണം. ഐ റിപ്പീറ്റ്, 10 lakh ഇൻറ്റു 12% ഇൻറ്റു 3/12. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഡിസ്കൗണ്ട് വിച്ച് ബിലോങ്സ് ടു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, നോട്ട് ദിസ് ഫിനാൻഷ്യൽ ഇയർ. ദിസ് ഹാസ് ടു ബി ട്രീറ്റഡ് ലൈക്ക് income received in advance, like a liability or asset, like a liability, undoubtedly like a liability you have to treat. Next, what is the treatment of rebate on bill discounted, sir? Rebate on bill discounted treatment എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി 1/1/2020 ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത സമയത്ത് നമ്മൾ 60,000 രൂപ നമ്മൾ എന്തായിട്ട് കാണിച്ചിട്ടുണ്ട്? ഡിസ്കൗണ്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ നിന്ന് നമ്മൾ ആരെ ക്യാൻസൽ ചെയ്യണം? ഒരു 30,000 രൂപയെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്തായിട്ട് കാണിക്കണം? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ആയി കാണിക്കണം. അപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? നമ്മൾ ഇൻകം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻട്രി നമ്മൾ പാസ് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ 31 മാർച്ചിന് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവുന്ന സമയത്താണ് നമ്മൾ പാസ് ചെയ്യുക. 31 മാർച്ച് 2020 നമ്മൾ പാസ് ചെയ്യും. ഡിസ്കൗണ്ടിൽ നിന്ന് ഒരു 30,000 കുറയണം. കാരണം ഈ വർഷത്തെ ഡിസ്കൗണ്ട് 60,000 അല്ല, ആ 60,000-ൽ 30,000 അടുത്ത വർഷത്തേതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് നമുക്ക് ഇൻകമാണ്. അപ്പോൾ ഡിസ്കൗണ്ടിൽ നിന്ന് കുറയാൻ വേണ്ടി ഡിസ്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് ഇൻകം കുറയാൻ വേണ്ടിയിട്ട് ഇൻകത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങളും അങ്ങനെ പറയണം. കാരണം ബാങ്കിങ്ങിൽ നമ്മൾ ഡിസ്കൗണ്ടിനെയും ഇൻട്രസ്റ്റിനെയും ഒരേ ഹെഡിലാണ് നമ്മൾ PNL അക്കൗണ്ടിൽ കാണിക്കുക, ബാങ്കിൻ്റെ PNL. അപ്പോൾ അത് മെർജ് ചെയ്ത് പറയുന്നതാണ് എപ്പോഴും നല്ലൊരു ഗുഡ് പ്രാക്ടീസ് കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 30,000 ടു ഹൗ മച്ച്? ടു നമ്മൾ ഏത് അക്കൗണ്ടൊക്കെ കാണിക്കുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, ഇൻകം റെസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ പോലെ നമ്മൾ കാണിക്കുക. ഡിസ്കൗണ്ട് എത്ര?
1000. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ടോട്ടൽ ഡിസ്കൗണ്ടിൽ നിന്ന് 30,000 എത്ര കുറഞ്ഞു പോയി? 30,000 കുറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 19-20ക്ക് നമുക്ക് എത്രയാണ് നമുക്ക് അവകാശപ്പെട്ട ഡിസ്കൗണ്ട്? 30,000 അല്ലേ? അപ്പോൾ 30,000 മാത്രമല്ലേ ഫിനാൻഷ്യൽ ഇയർ 19-20ക്ക് വന്നുള്ളൂ. അടിപൊളി. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ടാണോ പി ആർ ആയിട്ടാണോ? എടാ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏതായിട്ടാണ്? നിങ്ങൾക്ക് കുറച്ച് നോളജെങ്കിലും ഇല്ലേ? ഏതായിട്ടാണ്? പി ആർ ആയിട്ടാണോ? അല്ല, ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. അപ്പോൾ അടുത്ത വർഷത്തോട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോകും. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോവുക ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണോ പോവുക? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണോ പോവുക? അബ്സല്യൂട്ട്ലി ഏത് ബാലൻസ് ആയിട്ടാണ് പോവുക? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ എന്താണ്? കഴിഞ്ഞ വർഷം കിട്ടിയ ഈ വർഷത്തേക്കുള്ള ഡിസ്കൗണ്ട് ഇൻകമാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ഏത് വർഷത്തിൽ? ഫിനാൻഷ്യൽ ഇയർ 2021. എടാ ഫിനാൻഷ്യൽ ഇയർ 2021ക്ക് 19-20 നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് പോകും. അങ്ങനെ പോയാൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അവൻ വരും. അങ്ങനെ വന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2020 ആരാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്? ആരാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ? ആരാ ചോദിച്ചു കഴിഞ്ഞാൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ് ഫിനാൻഷ്യൽ ഇയർ 1920 ഫിനാൻഷ്യൽ ഇയർ 2021 കിട്ടിയ ഡിസ്കൗണ്ട് ഇൻകമാണ്. അപ്പോൾ 2021 നമ്മൾ അത് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റണം? ഡിസ്കൗണ്ട് ഇൻകം ആയിട്ട് മാറ്റണം. അപ്പോഴല്ലേ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2020 നമുക്കൊരു 3 മന്ത്സിൻ്റെ ഡിസ്കൗണ്ട് ആയ 30,000 നമുക്ക് ഇൻകം ആയിട്ട് കാണുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടി അവൻ എന്താ ചെയ്യേണ്ടത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിനെ ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഏത് ഇയറിൽ? 2020-21 ഡിസ്കൗണ്ടിനെ ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. കാരണം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഇപ്പോൾ ലാബിലിറ്റി ഷെയറിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹൗ മച്ച്? ടു ഡിസ്കൗണ്ട്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ്റെ എന്ത് ഇൻകം കൂടും? എൻ്റെ ഡിസ്കൗണ്ട് ഇൻകം കൂടും. അപ്പോൾ ഡിസ്കൗണ്ട് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം 60,000 ഡിസ്കൗണ്ട് ഫുള്ള് കാണിച്ചു. പക്ഷേ പിന്നെ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്നും 30,000 റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ക്യാൻസൽ ചെയ്തു. അതാണ് ഈ എൻട്രി. അപ്പോൾ ടോട്ടലി ഞാൻ 2019-20 ഫിനാൻഷ്യൽ ഇയർ റെക്കഗ്നൈസ് ചെയ്ത ഇൻട്രസ്റ്റ് കറക്റ്റ് 3 മാസത്തെ ഇൻട്രസ്റ്റ് ആയിപ്പോയി. പിന്നീട് ആ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് പോയി. അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് പോയിട്ട് അടുത്ത വർഷത്തേക്ക് ഞാനത് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തിട്ട് അത് തന്നെ ആക്കി മാറ്റി, ഡിസ്കൗണ്ട് തന്നെ ആക്കി മാറ്റി. അപ്പോൾ ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ പ്രൊവിഷൻ. നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ട് ചെയ്ത പീരിയഡ് ടെനറിൽ എത്ര മാസമാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളത്, ആ ഒരു പീരിയഡിലോട്ടുള്ള ഡിസ്കൗണ്ട് മാത്രമേ നീ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. എക്സസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറായിട്ട് അടുത്ത വർഷത്തേക്ക് പോകും. അടുത്ത വർഷത്തേക്ക് നമ്മൾ പോയതിന് ശേഷം അടുത്ത വർഷത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന റിബേറ്റ് ഓൺ ഡിസ്കൗണ്ടറിനെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആ വർഷത്തിൻ്റെ ഡിസ്കൗണ്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പേരൊക്കെ കേൾക്കുമ്പോൾ പേടിയുണ്ടാവും, പക്ഷേ കൺസെപ്റ്റൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒന്നും കൂടെ അടിച്ചിട്ട് വിത്ത് ദിസ് എക്സാമ്പിൾ ഒന്നും കൂടെ കേട്ട് നോക്കുക. അല്ലെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. ഡൗട്ട് വെച്ച് പോവല്ലേ, സിമ്പിളാണ്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറൊക്കെ എക്സാമിന് ചോദിച്ചാൽ ബൂട്ട് ആൻഡ് ലോട്ടറിയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി ഫോർ ഷുവർ. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിലെ ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ ബിൽ ഡിസ്കൗണ്ടർ അക്കൗണ്ട് ഡെബിറ്റ്, ബില്ലിൻ്റെ വാല്യൂ ടു ക്ലയൻറ്റിന് കൊടുക്കേണ്ട നെറ്റ് എമൗണ്ട് ടു ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ്, നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ കിട്ടിയ ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റിൽ അടുത്ത വർഷത്തിൻ്റെ പോർഷൻ നമ്മൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ. അപ്പോൾ എന്താണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ? സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ബിലോങ്ങിങ് ടു നെക്സ്റ്റ് ഇയർ അല്ലേ? അടുത്ത വർഷത്തേക്കുള്ള ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതിൽ അടുത്ത വർഷത്തേക്കുള്ള ഡിസ്കൗണ്ട് പോർഷനാണ് എന്ത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. അപ്പോൾ അത് നമ്മൾ ഈ വർഷം അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റില്ല ഡിസ്കൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ടിൽ നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഡിസ്കൗണ്ട് പോർഷനെ നമ്മൾ എന്തായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും? നമ്മൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ജേണൽ എൻട്രി ഡിസ്കൗണ്ട് കുറയണം. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ പോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയ ഒരു ലാബിലിറ്റി പോലത്തെ ഒരു അക്കൗണ്ട് ജനറേറ്റ് ആവണം. അപ്പോൾ ലാബിലിറ്റി കൂടാൻ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കുറയാൻ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. നെക്സ്റ്റ് ഇയറിൽ തേർഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറായിട്ട് ഹീറോ ആയിട്ട് വന്ന ആളെ നമ്മൾ ഏത് വർഷത്തെ ഇൻകമാണ്? നമ്മുടെ സെക്കൻഡ് ഇയർത്തെ ഇൻകമാണ്. അതുകൊണ്ട് അവന് ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം കൂടാൻ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്നില്ല ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇനിയില്ല. കാരണം ആ ഇൻകം റിസീവ് ചെയ്യാനുള്ള
സമയമായി. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, ആ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ക്രെഡിറ്റിലേക്ക് ക്യാൻസലാക്കാൻ വേണ്ടി ഡെബിറ്റ് കൊടുത്തു, ഡിസ്കൗണ്ടിലെ ഇൻകം വരാൻ വേണ്ടി ഡിസ്കൗണ്ടിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട്. ഇതാണ് എൻട്രീസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് അങ്ങോട്ട് പഠിപ്പിക്കുക, പേടിക്കൊന്നും വേണ്ട, ഡോണ്ട് വറി. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഈസി കൺസെപ്റ്റാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ആസ് ഓൺ. കാൽക്കുലേറ്റ് ദ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ. അടിപൊളി, കാൽക്കുലേഷൻ പ്രോബ്ലം മാത്രമാണ്, കാൽക്കുലേറ്റ് ചെയ്ത് മതി, കൂടുതൽ നിങ്ങൾ ചളാക്കാൻ നിൽക്കണ്ട കേട്ടോ. കാൽക്കുലേറ്റ് ദ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ആസ് ഓൺ 31st. ഇല്ലൂസ്ട്രേഷൻ 3 ആണ്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ആസ് ഓൺ 31st December 2011. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ആവുന്നത് 31st December 2011 ആയിരിക്കും. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് ഷോ ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി കാണിക്കണം. അടിപൊളി. അപ്പോൾ നമുക്ക് ഒരുപാട് ബില്ലുണ്ട്. അപ്പോൾ നമ്മൾ എന്നാണ് നിൽക്കുന്ന ഡേറ്റ് മറക്കരുത് കേട്ടോ. ഓക്കെ, നിൽക്കുന്നത് പാലത്തുമേണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന ഡേറ്റ് മറക്കരുത്. 31st December 2011 നമ്മൾ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബില്ല് ഡേറ്റ് 15/10/2011. 15/10/2011. അപ്പോൾ അതിൽ 15/10/2011. അപ്പോൾ അതിൽ 50,000 രൂപേൻ്റെ ബില്ലാണ് ഫസ്റ്റ് ബില്ല്, ബിൽ നമ്പർ 1. 50,000 രൂപേൻ്റെ ബില്ലാണ്, 5 മാസത്തെ ബില്ലാണ്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 8%. അപ്പോൾ നിങ്ങളോട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് പോർഷനാണ് കാണേണ്ടത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയർത്തെ പോർഷനാണോ കാണേണ്ടത്, അതോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന പോർഷനാണോ കാണേണ്ടത്? നമ്മളെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന പോർഷൻ നീ കണ്ടാൽ മതി. കാരണം എന്താണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. കാരണം ആ പോർഷനിലോട്ടുള്ള ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് പറയുക. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബില്ല് മെച്യൂർ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15/10/2011 5 മാസത്തെ ബില്ലാണ്. അപ്പോൾ 10ാം മാസം ആണ് തുടങ്ങിയത്. അപ്പോൾ 10ാം മാസം പറയുമ്പോൾ 11 നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 15-നാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് വരിക. പിന്നെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 15 എന്ന് പറയുമ്പോൾ ഗ്രേസ് ഓഫ് ഡേയ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 ദിവസം നമ്മൾ 2 ദിവസം നമ്മൾ 3 ദിവസം നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് കൊടുക്കൂലേ, 2 ദിവസം കൊടുത്ത് 3-ാമത്തെ ദിവസം വരിക. ഓക്കെ, അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് കൊടുക്കുന്ന സമയത്ത് 15 16 17 18 ആവും. അപ്പോൾ ഈ 18 ആവുന്ന സമയത്ത് ഈ നമ്മുടെ 15-ാം തീയതി നമ്മുടെ ഒക്ടോബർ 15-ാം തീയതി മുതൽ ഒക്ടോബറിൽ ഒരു 16 ദിവസവും, ഒക്ടോബറിൽ ഒരു 16 ദിവസം, അതുപോലെ തന്നെ ഒക്ടോബറിലെ ഒരു 16 ദിവസം, അതുപോലെ തന്നെ നവംബറിലെ ഒരു 30 ദിവസം, ഡിസംബറിൽ ഒരു 31 ദിവസം. ഈ 77 ദിവസം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർത്തെയാണ്. അപ്പോൾ ആ 77 ദിവസത്തെ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് ശേഷം വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് 18 ദിവസം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ദിവസം? 31 + 29 + 18 എത്ര ദിവസം? 78 ദിവസത്തോട്ട് 8% ഇൻട്രസ്റ്റിൽ ടോട്ടൽ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഇയർ എത്രയാണ്? 365. ആ വരുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് എന്താണ്? അടുത്ത വർഷത്തോട്ടുള്ള ഡിസ്കൗണ്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. കാരണം എൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ആവുന്ന എന്നാണ്? 31 ഡിസംബർ 2011. അപ്പോൾ നിങ്ങളിവിടെ എത്ര മാത്രം കണ്ടാൽ മതി, ഡേറ്റ് ഓഫ് ബില്ലിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതിനു ശേഷം എത്ര പീരീഡും കൂടെ ഈ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഉണ്ടോ, ആ പീരീഡ് ഏത് പീരീഡിലോട്ടുള്ള, അല്ലെങ്കിൽ ആ പീരീഡാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ കാണേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 15/10/2011 ബില്ല് എക്സ്പയർ ആവുന്നത്, മെച്യൂരിറ്റി ആവുന്നത് മാർച്ച് 18. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് ഡിസംബർ 31, 2011. അതിനുശേഷം വരുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ജനുവരി 31, ഫെബ്രുവരി 29, മാർച്ചിൽ ഇൻക്ലൂഡിങ് ഡേയ്സ് ഓഫ് ഡേയ്സ് 18. അങ്ങനെ ടോട്ടൽ 78 ദിവസം. അപ്പോൾ 50,000 രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നത് 8% ഇൻട്രസ്റ്റിലാണ്. അതിൽ 78 ദിവസം ഏത് മാസത്തെയാണ്, അല്ലെങ്കിൽ ഏത് വർഷത്തെയാണ്? നെക്സ്റ്റ് ഇയറിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കാർഡ് ഇൻറ്റു 78 / 365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ആൻസർ വിൽ ബി 852.46. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ആ 2012 ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ 366 എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ബില്ലിൽ നമ്മുടെ ഡിസംബറിന് ശേഷമുള്ള മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ച് 31 ദിവസം, നമ്മുടെ ജനുവരി 31 ദിവസം, ഫെബ്രുവരി 29 ദിവസം, മാർച്ച് 18 ദിവസം, ടോട്ടൽ 78 ദിവസം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 50,000 ഇൻറ്റു 8% ഇൻറ്റു ഹൗ മച്ച് 8% ഇൻറ്റു 78 / 366 ഹൗ മച്ച്? 852.45 അല്ലെങ്കിൽ 46 ആണ് നിങ്ങൾക്ക് വരിക. ഇനി നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, അല്ല സാറേ ഇതിന് ടോട്ടൽ ഡിസ്കൗണ്ട് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഡിസ്കൗണ്ട് എങ്ങനെ കിട്ടുക? 5 മാസത്തെ ബില്ല് എന്നല്ല പറഞ്ഞത്. അപ്പോൾ നമ്മളെങ്ങനെ കാണുക? 50,000 ഇൻറ്റു 8% ഇൻറ്റു
5/12 അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. 1667 സംതിങ് വരും. അപ്പോൾ അതിൽ 1667 852 അടുത്ത വർഷത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി 852 അടുത്ത വർഷത്തേക്കാണെങ്കിൽ 814 ഏത് വർഷത്തേക്ക് കയറാം? നമ്മുടെ വർഷത്തേക്ക് കയറാം. ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് ഇവിടെ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ടോട്ടൽ എടുക്കാത്തത്. നമ്മൾ അടുത്ത വർഷത്തേക്ക് പോകുന്ന ഡിസ്കൗണ്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പോകുന്ന എത്ര ഡേയ്സിൻ്റെ ഡിസ്കൗണ്ടാണ്? 78 ദിവസത്തിൽ ഡിസ്കൗണ്ടാണ്. നെക്സ്റ്റ് അടുത്തത് 10/11. 10/11 4 മാസത്തെ ബില്ല്. അപ്പോൾ 10/11 4 മാസത്തെ ബില്ല് അറിയുമ്പോൾ നവംബർ 10 തീയതിയാണ്. അപ്പോൾ ഡിസംബർ 10, ജനുവരി 10, ഫെബ്രുവരി 10, മാർച്ച് 10. മാർച്ച് 10 ആകുമ്പോൾ 10, 11, 12, 13. അപ്പോൾ നമുക്ക് എത്ര ദിവസം ടോട്ടൽ അടുത്ത വർഷത്തേക്ക് വരുന്നുണ്ട്? 73 ദിവസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തോട്ടുള്ള റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ എങ്ങനെ കാണുക? 30,000 ഇൻറ്റു 7% ഇൻറ്റു 73/366. 2012 ലീപ്പ് ഇയർ ആണ് കേട്ടോ. അതേപോലെ അടുത്ത എന്താ പറയുക നെക്സ്റ്റ് 25/11/2011 ആണ് 4 മാസത്തെ ബില്ല്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നവംബർ 25 തീയതിയാണ്, ഡിസംബർ 25, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 25. മാർച്ച് 25 പ്ലസ് 3 ഡേയ്സ് മാർച്ച് 28. അപ്പോൾ അടുത്ത വർഷത്തോട്ട് വരുന്ന നമ്പർ ഓഫ് ഡേയ്സ് 4, 31 പ്ലസ് 29 പ്ലസ് 28, 88 ഡേയ്സ്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ എങ്ങനെ കാണുക? 40,000 ഇൻറ്റു 7% ഇൻറ്റു 88/366. ഇനി അവസാനമായിട്ട് 20/12 ഡിസംബർ 20 തീയതി 3 മാസത്തേക്ക്. അപ്പോൾ ജനുവരി 20, ഫെബ്രുവരി 20, മാർച്ച് 20, മാർച്ച് 20 പ്ലസ് ഡേയ്സ് ഓഫ് ഗ്രേസ് 23. അപ്പോൾ അടുത്ത ഇയർക്ക് വരുന്നത് 31 പ്ലസ് 29 പ്ലസ് 23, 83 ഡേയ്സ്. സോ ടോട്ടൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 60,000 ഇൻറ്റു 9% ഇൻറ്റു 83/366 അമൗണ്ട്സ് ടു 1,224. അപ്പോൾ നമ്മുടെ ബാങ്കിന് ഈ 4 ബില്ലാണ് ഇത്. ഈ 4 ബില്ലിനും ടോട്ടൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരുന്നത് 3,169 അപ്പോൾ ഈ 3,169 ടോട്ടൽ ഡിസ്കൗണ്ടിൽ 3,169 ബിലോങ്സ് ടു ഏത് ഇയർ? അടുത്ത ഇയർ. അതുകൊണ്ട് നമ്മൾ അതിന് എന്തായിട്ട് റെക്കോർഡ് ചെയ്യണം? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടായിട്ട് റെക്കോർഡ് ചെയ്യണം. അത് ഓൾറെഡി ഇപ്പോൾ എവിടെ വന്ന് കിടക്കുന്നുണ്ടാവും? നമ്മുടെ ഡിസ്കൗണ്ട് ഇൻകം എന്ന് പറഞ്ഞ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുക. ഡിസ്കൗണ്ട് ഇംഗത്തിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഇംഗത്തിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. പിന്നെ ഇത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിന് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിന് ഞാൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. സോ ദ ജേണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഇനി അടുത്ത വർഷം 2012 ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോകും. അപ്പോൾ ഇത് അടുത്ത വർഷത്തെ ഇൻകാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ ആരെ കൊണ്ടുവരിക? നമ്മൾ ഡിസ്കൗണ്ടിനെ കൊണ്ടുവരിക. സോ ദ നെക്സ്റ്റ് ഇയർ ജേണൽ എൻട്രി വിൽ ബി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു discount. That will be the journal entry during the next year. So this is the first example or first sum relating to rebate on bill discounter. Hope you understood. എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സാപ്പ് മീ. പ്രശ്നമാക്കണ്ടെങ്കിൽ ഡോണ്ട് വറി, ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. യു ഹാവ് ദ സൊല്യൂഷൻ. ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ, ഡോണ്ട് വറി. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പോൾ തന്നെ ചെയ്യുക. നോട്ട്ബുക്കിൽ ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 2 ക്വസ്റ്റ്യനും ബൈ നൗ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതിൻ്റെ ആൻസർ പക്കായിട്ടുണ്ടായിരിക്കണം. യു ഷുഡ് നോട്ട് ബി ഹാവിങ് എനി ഡൗട്ട് ഇൻ യുവർ മൈൻഡ് ആൾസോ. ഈ 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ മതി. ഇല്ലാത്തവരാരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. വീഡിയോ വിൽ ബി അവൈലബിൾ ഫോർ എ വൈൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കരുതിയിട്ട് ആരും ഇത് കേട്ട് ഒരു കടമ കേൾക്കാൻ വേണ്ടി ഇവിടെ ആരും കേൾക്കാൻ നിൽക്കണ്ട. പഠിക്കാൻ വേണ്ടി മാത്രം കേൾക്കാൻ വന്നാൽ മതി. ഓക്കെ തന്നെ. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിലെ സെക്കൻഡ് പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. 31 മാർച്ച് 2011 വിക്ടറി ബാങ്കിന് ബാലൻസ് ഉണ്ടായിരുന്നു 18 crore റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിൽ. ഡ്യൂറിങ് ദ ഇയർ 2011 31 മാർച്ച് 2012. അപ്പോൾ നമുക്കറിയാം 2011 മാർച്ച് 31 മാർച്ച് 2011 ഉണ്ടായ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇയർ ആയ 2011-12 ഇയറിലോട്ടാണ്. ഓക്കെ അല്ലടോ, 2011-12 ഇയറിലോട്ടാണ്. അപ്പോൾ പുതിയ ഇയറിലോട്ടാണ് ആ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഈ വർഷത്തെ ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്കൗണ്ട് ഇൻകം കൂടും റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ക്യാൻസൽ ചെയ്യുമ്പോൾ. അപ്പോൾ ജേണൽ എൻട്രി വിൽ ബി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. കുഴപ്പമില്ലല്ലോ. ഇനി ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ 31 മാർച്ച് 2012 വരെ നമ്മൾ ഇയർ 11-12 ഇയറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഡിസ്കൗണ്ട് ആക്കിയത്.
വിക്ടറി ബാങ്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു 8,000 crore വലിയ എമൗണ്ട് കേട്ടോ, 8,000 കോടിൻ്റെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചാർജ് ചെയ്തത് 18%. 18%. ഓക്കെ, അപ്പോൾ 1440 നമുക്ക് 8,000 ഇൻറ്റു 18% എന്ന് പറയുമ്പോൾ 1440 നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത്? അപ്പോൾ ബാങ്കിൽ നമ്മളെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിൽസ് റെസീവബിൾ നില അസറ്റ് ഉണ്ടാവും. എത്ര രൂപേൻ്റെ? 8,000 കോടിൻ്റെ. 2 അതിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. എത്ര എത്ര എമൗണ്ടിനാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക എന്നുള്ളത് നോക്കണമെങ്കിൽ നമുക്ക് 18% പെർ ആനം ഫുള്ള് ഡിസ്കൗണ്ട് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബില്ലിൻ്റെ ഡ്യൂറേഷൻ ഒരു വർഷം ഫുള്ളാണോ? അല്ല, 6 മാസത്തെ ബില്ലാവാം, 4 മാസത്തെ ബില്ലാവാം, 5 മാസത്തെ ബില്ലാവാം, 1 മാസത്തെ ബില്ലാവാം, 3 മാസത്തെ ബില്ലാവാം, പല ബില്ലാവാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ പെർ ആനം പെർസെൻറ്റേജ് തന്നാലും അത് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബില്ലിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ ആ ഡ്യൂറേഷനിലോട്ടേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞില്ലേ 6 മാസത്തെ ബില്ല് ആയതുകൊണ്ടല്ലേ നമ്മൾ 12% ഇൻറ്റു 6/12 എടുത്തില്ലേ? അതേപോലെ ഇവിടുത്തെ ആവറേജ് ബില്ലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73 days ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എങ്ങനെ കാണുക? 8,000 ഇൻറ്റു ഹൗ മച്ച്? 18% ഇൻറ്റു അടിക്കേൻ്റെ കൂടെ അടിക്കട്ടോ, 18% ഇൻറ്റു 73 ഡിവൈഡഡ് ബൈ 366. അപ്പോൾ ടോട്ടൽ നമുക്കറിയും 288 ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട് വരിക, 288. അപ്പോൾ നമുക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കണ്ടത് ഓർക്കുക 8,000 ഇൻറ്റു 18%. ഓരോ ടോട്ടൽ ബില്ലിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ 73 days ആണ്. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 8,000 ഇൻറ്റു 18/100, 18% ആണ്, ഇൻറ്റു 73/365 കാരണം. അപ്പോൾ 8,000-ൽ 288 പോയി കഴിഞ്ഞാൽ ബാക്കി 7,712 രൂപ നമ്മൾ ആർക്ക് കൊടുക്കാനുള്ളതാണ്? ക്ലയൻറ്റിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ യൂഷ്വൽ തിങ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഡിസ്കൗണ്ട് ക്യാൻസൽ ചെയ്തു, ഈ വർഷത്തെ ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അതിലെന്താ പ്രശ്നം വെച്ചാൽ ഓഫ് ദീസ് ബില്ല് 1,200 കോടി ബില്ല് ഡ്യൂ ആവുന്നത് ഏത് വർഷത്താണ്? 31 മാർച്ച് 2012 ശേഷമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന് ശേഷമാണ്. അവരുടെ ആവറേജ് പീരീഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36.5 ദിവസമാണ്. അപ്പോൾ 1,200 കോടി രൂപയുടെ ബില്ല് വരുന്ന 1,200 കോടി രൂപ എമൗണ്ട് വരുന്ന ബില്ലുകൾ ഡ്യൂ ആവുന്നത് അടുത്ത വർഷത്താണ്. അവരുടെ ആവറേജ് ഡ്യൂറേഷൻ മാർച്ച് 31 ശേഷം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മാർച്ച് 31, 2012 ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം 36.5 ആണ്. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് എന്താണ്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറാണ്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ നമ്മളെങ്ങനെ കാണാം? 1,200 കോടിൻ്റെ ബില്ലാണ് അടുത്ത മാസം എന്താവുന്നത്? അടുത്ത വർഷം ഡ്യൂ ആവുന്നത്. എത്ര പെർസെൻറ്റേജാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? 18%. അപ്പോൾ 1,200 ഇൻറ്റു 18% ഇൻറ്റു എത്രയാണ് അടുത്ത വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തിന് ശേഷമുള്ള ബില്ലിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 36.5 ആണ്. അപ്പോൾ ഇൻറ്റു 36.5 ഡിവൈഡഡ് ബൈ 365. അപ്പോൾ ടോട്ടൽ വരുന്നത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരുന്നത് 21.6 ആണ്. അപ്പോൾ 21.6 റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ഡിസ്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യുന്നു. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പോലെ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ 21.6. ഇനി നമുക്കറിയാം ഈ വർഷം നമുക്ക് ടോട്ടൽ നമുക്ക് വന്ന ഡിസ്കൗണ്ട് ഇൻകം 288 ആണ്. അതിൽ 21.6 റിബേറ്റ് ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട്? 284.4 ഉണ്ട്. അതെന്താണ്? നമ്മുടെ ഇൻകമാണ്. എന്ത് ഇൻകം? ഈ വർഷത്തെ ഡിസ്കൗണ്ട് ഇൻകം, നെറ്റ് ഡിസ്കൗണ്ട് ഇൻകം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? നമ്മൾ പി ആൻഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എൻട്രി ഡിസ്കൗണ്ട് ഓൺ ബിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു പി ആൻഡ് ഡിസ്കൗണ്ട് ഇല്ല ഇൻകത്തിനെ ക്യാൻസൽ ചെയ്തു. പി ആൻഡ് അക്കൗണ്ടിലേക്ക് ഈ ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്തു. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി വൈസ് പറയുകയാണെങ്കിൽ ഇഫ് യു ഡിസ്കസ് ദ ജേണൽ എൻട്രി, ഞാനിത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് എഴുതി ചെയ്യാത്തത്. യു ലുക്ക് അറ്റ് ദ പ്രോബ്ലം, യു അറ്റ് ദ എൻട്രി ആൾസോ. എല്ലാ എൻട്രിയും എല്ലാ പ്രോബ്ലം എല്ലാ ഫിഗറും ഞാൻ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എനി ക്വറി പ്ലീസ് റീഹിയർ ദ വീഡിയോ വൺസ് അഗെയിൻ. ദെൻ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് പ്ലീസ് ഡു കോൺടാക്ട് മീ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ജേണലിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ 2 ജേണലാണ് പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഒന്ന് ഡിസ്കൗണ്ട് അക്കൗണ്ട്, ഒന്ന് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടും. ഈ വർഷം തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ 2011-12 തുടങ്ങിയപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടറിൽ ഒരു 18 കോടി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ ലാബിലിറ്റി പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക കേട്ടോ. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര ഉണ്ടായിരുന്നു? 18 ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒന്നാമത്തെ എൻട്രിയിൽ തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ടൊക്കെ എത്രയായി? 18 കോടി നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എൻട്രി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടർ അക്കൗണ്ട് ടു
ഡിസ്കൗണ്ട്. അപ്പോൾ അത് ക്യാൻസലായി പോയി. ഇനി നമ്മൾ അടുത്ത എൻട്രി ഡിസ്കൗണ്ടറിൽ നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് ഈ വർഷത്തെ വന്നു എത്ര, 288 വന്നു. അതാണ് ബിൽ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ 288 വന്നു. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ റിബേറ്റ്, നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ ഒരു 18 വന്നു. നമ്മൾ എൻട്രി എടുത്ത് പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് പോലെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് രണ്ടിടത്തും പോസ്റ്റ് ചെയ്തു. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിൽ ഒരു 21.6 ഉണ്ട്. അത് ഈ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോകും. എന്നിട്ട് അടുത്ത വർഷത്ത് വീണ്ടും ഡിസ്കൗണ്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിലാണിത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ സൈക്കിൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് 284 സംതിങ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, P&Lക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഒരു ലാബിലിറ്റി അക്കൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലാബിലിറ്റി അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ബാലൻസാണ് 21.6 CR. അതേപോലെ നമുക്കറിയാം ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. ആ നോമിനൽ അക്കൗണ്ട് നമ്മൾ ബാലൻസിൽ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, P&Lലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ടു സമ്മറൈസ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലിന് അടുത്ത വർഷത്തോട്ടും ആ ബില്ലിൻ്റെ ടേം ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടിൻ്റെ ഒരു പോർഷൻ അടുത്ത വർഷത്തോട്ടും കൂടെ ഉള്ളതാണ്. ആ പോർഷനാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. അത് ഈ വർഷത്തെ ഡിസ്കൗണ്ടിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് അടുത്ത വർഷത്തോട്ടും നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അത് അടുത്ത വർഷത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ടിലോട്ട് മാറ്റുകയും വേണം. ദാറ്റ്സ് അബൌട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഇന്ന് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആകെ വി ഡിസ്കസ്ഡ് ഓൺലി 3 സംസ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് ഇത്ര മാത്രമേ ഇന്ന് ഈ സെഷനിൽ പറയുന്നുള്ളൂ. അടുത്ത സെഷനിൽ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ അടിപൊളിയായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ പ്രോബ്ലം നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. നമ്മൾ ഇന്നൊരു സ്റ്റാർട്ടിംഗ് ഡേ എന്നുള്ള ലെവലിലല്ലേ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വൺ തിങ് ദാറ്റ് യു ഡു ഈസ് ദാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് ഡേ ആഫ്റ്റർ ടുമോറോ ഉണ്ടാവും, ബാങ്കിങ് എന്ന് തീരും. അപ്പോഴേക്കും ഈ കൺസെപ്റ്റ് പെർഫെക്റ്റ് ആക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എവറിബഡി ഈസ് ഹാവിങ് മൈ നമ്പർ, അല്ലെങ്കിൽ എല്ലാവരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്ലീസ് ഡു വാട്സാപ്പ് മീ. ഫോൺ വിളിക്കരുത്. കാരണം നമ്മൾ ഓരോ പ്രശ്നങ്ങളിലും കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി. എത്ര വൈകിട്ടാണെങ്കിലും എത്ര ഇതായിട്ടാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. നിങ്ങൾ ഡൗട്ട്സ് ഫോട്ടോ എടുത്തിട്ടോ മറ്റു രീതിയിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു വാല്യുബിൾ ഹെൽപ്പ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിലെ ക്ലാരിറ്റിയിലോ ഓഡിയോയിലെ ക്ലാരിറ്റിയിലോ അതുപോലെ തന്നെ സ്പീഡ് ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് നിങ്ങൾ എന്തായാലും ഒപ്പീനിയൻ പറയണം. ഇതേ സ്പീഡ് പോയാൽ മതിയോ? എൻ്റെ അഭിപ്രായം സ്പീഡ് കുറച്ച് കുറവാണ് എന്നാണ്. അപ്പോൾ സ്പീഡ് കൂട്ടണോ കുറക്കണോ? ക്ലാരിറ്റി, അതേപോലെ തന്നെ വോയിസ് ക്ലാരിറ്റി, അതേപോലെ പിന്നെ ക്യാമറയിൽ എന്താ പറയുക, വെബ് ക്യാമിൽ സാറ് വരണം അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സിറ്റുവേഷൻ. കാരണം നമുക്ക് ഇപ്പോൾ ഐ വാസ് ഹാവിങ് എ പ്ലാൻ ടു പർച്ചേസ് എ ന്യൂ ലാപ്ടോപ്പ്. പക്ഷേ അപ്പോഴാണ് ഇവിടെ കൊറോണ ഒക്കെ ആകെ എന്താ പറയുക തീരുമാനമാക്കിയത്. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസിൽ തന്നെ കാശ് തികയാതെ പോകുന്നുണ്ട്. ഇല്ലല്ലോ എന്നുള്ള അവസ്ഥയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതൊന്നും പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ ഉള്ളതിൽ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറക്കണോ? അതോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യണം. നിർബന്ധമായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യണം. കാരണം ഇത് ഞാൻ എൻ്റെ വാല്യുബിൾ നൗ ദ ടൈം ഈസ് 1:55. അപ്പോൾ 1:55 AM ആണ്, PM അല്ല. അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാനും നിങ്ങളും ഞാൻ റിസ്ക് എടുക്കുന്നത് ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല. നമ്മളൊരു ടീം എഫേർട്ടായിട്ടാണ്. അപ്പോൾ നമുക്കതിൽ ബെസ്റ്റ് റിസൾട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഒരു ക്ലാസ് ഇപ്പോൾ ഇനി ലക്ഷ്യം എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും ഞാൻ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കരുതിയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളിത് ക്ലാസ് കിട്ടാതെ നിങ്ങൾ പോയിട്ട് എഴുതേണ്ട സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ, നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അത് ഞാൻ പല ആൾക്കാരോട് ഞാൻ പറഞ്ഞതുമാണ്. ഇനി നമുക്ക് ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ മെയ് 15 വരെ വെയിറ്റ് ചെയ്യാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ലക്ഷ്യ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നത് നമുക്ക് ചെയ്യാമെന്നുള്ള ലെവലിൽ. അവരെ ഭാഗത്ത് നിന്ന് അവരൊന്നും ചെയ്യുന്നില്ല. അവർ നമ്മൾ കൊടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബാക്ക് എൻഡ് വർക്കും നമ്മൾ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനൊരു പ്രോ എഡിറ്ററോ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റഡ് സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് വാങ്ങണം. ദാറ്റ് ഈസ് യുവർ റൈറ്റ്. അതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും തോന്നണ്ട. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതേ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇവിടെ എടുക്കണം. നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളൂ. മെൻ്റലിയും അതുപോലെ തന്നെ എല്ലാ ലെവലിലും നമ്മൾ എന്താ പറയുക പഴയ പോലെ തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റവും വേണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നെക്സ്റ്റ് ക്ലാസ് നിങ്ങളെ മുന്നിൽ എത്തുമ്പോഴേക്കും ഈ ഏരിയ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോട്ട്സിലുണ്ടായിരിക്കണം. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നീട് എക്സാമിൽ ജസ്റ്റ് ഒരു റിവിഷൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള ലെവലിലേക്കായിരിക്കണം. അപ്പോൾ സജഷൻസും ഫീഡ്ബാക്കും തരേണ്ട കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. അപ്പോൾ ഹാവ് എ നൈസ് ലേണിംഗ് ടൈം.
See you on the next video day after tomorrow. Bye bye.